Hi children, welcome to LKLS Star Maths class. In നമ്മൾ arithmetic progressions അതിനകത്തുള്ള എക്സസൈസ് 5.1 എക്സസൈസ് 5.1ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് തേർഡ് വൺ. നമുക്ക് ഈ ഹെഡിങ് ഒന്നുകൂടി വായിച്ചേക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനകത്ത് കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. ദെൻ ഇതാണ് കേട്ടോ. ഇനി കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ് when it cost rupees 150 for the first meter and rises by rupees 50 for each subsequent meter. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ നോക്കിയേ. ഒരു കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ അല്ലെ, ഒരു കിണർ കുഴിക്കാൻ വേണ്ടി ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ്, ഓരോ മീറ്റർ കഴിയുന്നത് ഓരും when it cost 150 for the ഫസ്റ്റ് ടൈം. സോ ആദ്യത്തെ പ്രാവശ്യം എത്രയാണ്? 150 രൂപയാണ് പറഞ്ഞത്. പിന്നെയും പോകുമ്പോഴോ എത്ര രൂപ വെച്ചാൽ കൂടുന്നത്? 50 റുപ്പീസ് വെച്ചിട്ടുണ്ട്. ₹50 ഫോർ ഈച്ച് സബ്സിക്വൻറ്റ് മീറ്റർ. തുടർന്ന് വരുന്ന ഓരോ മീറ്റർ കുഴി വരുമ്പോഴും എത്രയാണ്? 50 റുപ്പീസ് വെച്ചാണ് എടുക്കുന്നത്. സോ ഇതിനെ വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു AP അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ടേംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ അത് AP ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും വേണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ. ഇപ്പോൾ 2, 4, 8, 8, 10 എന്നൊക്കെ പറഞ്ഞാൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആയിരിക്കും. സോ അതുപോലെ ഒരു ഫിക്സഡ് നമ്പർ ആണോ എങ്കിൽ മാത്രമേ എല്ലാ ടേംസും തമ്മിൽ ഒരു ഫിക്സഡ് നമ്പർ വന്നാൽ, ഡിഫറൻസുകൾ തമ്മിൽ നോക്കുമ്പോൾ ഫിക്സഡ് നമ്പർ വന്നാൽ അതെന്താണ്? ഒരു AP ആണ്. സോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ ആയാലും കോസ്റ്റ് ഓഫ് ഡിഗിങ് ദ വെൽ ആഫ്റ്റർ 1 മീറ്റർ ഓഫ് ഡിഗിങ്. കണ്ട, 1 മീറ്റർ കുഴിച്ച് കഴിഞ്ഞപ്പോൾ എത്ര കോസ്റ്റ് ആയിരുന്നു അവർ പറഞ്ഞ ഫസ്റ്റ് ടൈമിൽ? 150 റുപ്പീസ് ആയിരുന്നു അല്ലേ. അപ്പം ഒരു കിണറെന്ന് പറയുമ്പം ഒരുപാട് കുഴികൾ കുഴിക്കണം അല്ലെ, റിങ്ങിടണം. സോ ഇത് നോക്കിയാൽ ഇനി കോസ്റ്റ് ഓഫ് ഡിഗിങ് ദ വെൽ ആഫ്റ്റർ 2 മീറ്റേഴ്സ് ഓഫ് ഡിഗിങ്. അപ്പോൾ ഫസ്റ്റ് മീറ്ററിനാണ് ഇത്ര. ഇനി 2 മീറ്റർ ആകുമ്പം ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര വെച്ചിട്ടാണ് പറഞ്ഞാൽ? ആദ്യം 150 റുപ്പീസാണ്, പിന്നെ 50 റുപ്പീസ് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെഴുതി? 150 + 50, സോ 200 റുപ്പീസ്. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ നോക്കിയേ, കോസ്റ്റ് ഓഫ് ഡിഗിങ് വെൽ ആഫ്റ്റർ 3 മീറ്റേഴ്സ് ഓഫ് ഡിഗിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി 3 മീറ്റർ അത് വരുമ്പോഴേക്ക് ഇപ്പം കിട്ടിയത് 200 റുപ്പീസ് + 50 റുപ്പീസ് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 250 റുപ്പീസ് നമുക്കിവിടെ കിട്ടി. കണ്ടോ? ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് ദ വെൽ ആഫ്റ്റർ 4 മീറ്റേഴ്സ് ഓഫ് ഡിഗിങ്. ഉണ്ടോ? 4 മീറ്റർ കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ 250 റുപ്പീസിൻ്റെ കൂടെയാണ് ആ 50 റുപ്പീസ് ആഡ് ചെയ്യേണ്ടത്. സോ വി ഗോട്ട് വാട്ട്? 300 റുപ്പീസ്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ എല്ലാം ഒന്ന് എടുത്തെഴുതുക അല്ലേ. ആദ്യം എത്രയായിരുന്നു ഫസ്റ്റിൽ? കണ്ടോ? AP എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതി. ആദ്യത്തെ 150 റുപ്പീസ് ആയിരുന്നു. പിന്നെ അത് സെക്കൻഡ് ടൈം വന്നപ്പോൾ എത്രയായി? 200 ആയി. വീണ്ടും തേർഡ് റിങ് കുഴിച്ചപ്പോൾ എത്രയായി? റിങ് ഇടാൻ വേണ്ടി കുഴിച്ചപ്പോൾ വീണ്ടും അവർ 250 ആയി. വീണ്ടും ഒരു സെക്ഷനും കൂടി എടുത്ത് 1 മീറ്ററും കൂടി കൂടിയപ്പോൾ 300 ആയി. എല്ലാത്തിലും 50 50 50 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമുക്കിനി ഇതൊരു AP ആണോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 50 50 ആണ്. സോ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലേ ഇതെന്താണ്? ഒരു AP ആണ്. പക്ഷേ നമ്മുടെ ഫോർമുല യൂസ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന ഓരോ ടേംസിനെയും നമ്മൾ പറയും ഇതിൻ്റെ പൊസിഷൻ വെച്ച്. ഒന്നാമത്തെ നമ്പർ അല്ലേ, സോ അതിന് നമ്മൾ എന്താ പറയുക? A1 എന്ന് പറയും. ഇത് രണ്ടാമത്തെ നമ്പർ ആയതുകൊണ്ട് A2, ഇത് മൂന്നാമത്തെ ആയതുകൊണ്ട് A3, ഇത് A4 എന്നിങ്ങനെ പറയും. ഇനി നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വിച്ച് മീൻസ് വാട്ട്? A2 - A1. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല അല്ലേ. സോ A2 - A1 എന്ന് പറയുമ്പോൾ A2 ആരാ? 200 - 150. സി വി ഗോട്ട് 50 റുപ്പീസ്. സോ ലൈക്ക് ദാറ്റ് A3 - A2. കണ്ടോ? A3 - A2 എന്ന് പറഞ്ഞപ്പോൾ A3 ആരാ? 250. ദെൻ മൈനസ് A2 200. So we got what? 50 rupees. Clear? Then last A4 - A3 which means 300 - 250 equal to 50. So see we got a fixed number 50. So നമുക്ക് എന്ത് പറയാം? Therefore it is an AP എന്ന് നമുക്ക് പറയാം. അതൊരു AP ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.